ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻ ഷാസ് വേൾഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. തലക്കറി. അത് നമ്മളുടെ ഒരു നാടൻ ഡിഷാണോ അതോ പ്രവാസികളുടെ മാത്രം സ്പെഷ്യൽ ഡിഷാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ നാട്ടിലുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ തലക്കറി വെക്കുന്നത് പ്രവാസികളാണ്. ഇവിടെ ആകുമ്പോൾ നല്ല അടിപൊളി ഹമൂർ, ഏട്ട, പിന്നെ മറ്റേ പൂമീൻ, അങ്ങനെ ഒരുപാട് മീൻ, വലിയ വലിയ മീനുകളുടെ തല നല്ല ഫ്രഷ് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഡിഷ് നമ്മളുടെ പ്രവാസികളുടെ സ്പെഷ്യൽ തലക്കറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് തലക്കറി വെക്കുന്നത്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസ് നല്ലതാണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. കാരണം ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്താലോ. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ തലക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ചാനലല്ല, പല ചാനലിൽ നിന്നും കുറേശ്ശെ എടുത്ത് പിന്നെ എൻ്റെ കുറച്ച് പൊടിക്കൈകളൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ തലക്കറി സ്പെഷ്യൽ. അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. കമോൺ. എനിക്ക് കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് നന്നായി ചൂടാക്കി. പിന്നെ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, കൊടപ്പുളി, പച്ചമുളക്, പിന്നെ കടുക്, പെരിഞ്ചീരകം, ഉലുവ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തേക്കുന്ന തക്കാളി, 2 തക്കാളിയാണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ 3/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിരുന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അതും കൂടെ ഒന്ന് നമ്മൾ നന്നായി മിക്സിയിൽ അടിച്ചെടുത്ത്. പിന്നെ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിങ്ങനെ കടുക് ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ കടുക് ഇവിടെ പൊട്ടുന്നുണ്ട് നന്നായിട്ട്. കടുക് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത്. അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ, അത് മൂക്കണ സ്മെല്ല് നന്നായി വരുന്നുണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഉലുവ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇപ്പം അതെല്ലാം കൂടെ മിക്സായിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഏതാണ്ട് ഒരു 10-15 കഷ്ണം ഉള്ളിയുണ്ട്. അപ്പോൾ അത് നന്നായി നമ്മൾ വാട്ടിയെടുക്കണം. അതിൻ്റെ ആ മുരിഞ്ഞ സ്മെല്ലും ഇതൊക്കെ വരുമ്പോഴല്ലേ നമ്മളുടെ കറിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതിങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉപ്പ് ഇട്ട് കൊടുത്ത്, നമ്മൾ കല്ലുപ്പാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായി മൂപ്പിച്ചെടുക്കുക. നമുക്ക് അധികം എരിവ് ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ആർക്കും, ഇപ്പം ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും ഉമ്മച്ചിക്കായാലും ആർക്കും എരിവ് അധികം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി കുറവ് എരിവാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും പച്ചമുളകൊക്കെ പൊതുവെ മീൻകറികൾക്കൊക്കെ 4 എണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ജസ്റ്റ് 2 എണ്ണം, ഞാൻ 4 എണ്ണം അരിഞ്ഞു വെച്ചപ്പോൾ അരിഞ്ഞു. പക്ഷേ എനിക്ക് ഇടാൻ പേടിയിട്ട് ഞാൻ 2 എണ്ണം ഇട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ മൂക്കണേൻ്റെ. അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളി അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ ഈ മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾ, മല്ലി, മുളക് ഞാനെല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊരു മിനിമം ബിലോ
എരിവുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മുളകൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എരിവ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മളുടെ മസാല ഒക്കെ ഇതിലെല്ലാം കൂടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കുടപ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടപ്പുളി ഒരു 2-3 പീസ്, അതായത് വലിയ 2 പീസ് എടുത്തിട്ട് ഞാനതിനെ കട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത മസാല ഗ്രൈൻഡ് ചെയ്തില്ല, ആ ഗ്രൈൻഡറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി ശരിക്കും മസാല ഒക്കെ പിടിച്ച് നന്നായി വറ്റി തുടങ്ങി, നെയ്യ് പൊന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ തല നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ്. കണ്ടില്ലേ മീനിൻ്റെ? അപ്പോൾ ആ മീൻ എത്ര വലിപ്പമുള്ളതായിരിക്കില്ലേ? എനിക്കതുപോലെ നോക്കുമ്പോൾ എന്തോ പോലെ അങ്ങനെ. അപ്പോൾ നമ്മൾ തല നന്നായി ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളത് ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മീനൊക്കെ കറിയിലേക്ക് നന്നായി മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു മൂടിയെടുത്ത് മൂടി വെച്ചു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മൂടിയെടുത്ത് നിന്ന് നമ്മൾ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കറി അടിയിൽ പിടിക്കും, ചുവടി പിടിക്കുമല്ലോ നമ്മളുടെ ചട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. തലക്കറി ഇത്ര അടിപൊളിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ല എന്താ പറയുക, മീൻകറിനേക്കാളും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മച്ചിനെ വിളിച്ചൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കിച്ച് ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നമ്മൾ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് മുകളിൽ കുറച്ച് വിതറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.